ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല. കുക്കിങ്ങും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡേ ഇൻ മൈ ലൈഫാണ് ഇഷ്ടം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നമുക്ക് അതുപോലെ ചെയ്യാം. ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒരു ട്രൈ ചെയ്തതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ തന്നെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പറയുക. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. രാവിലെ എണീറ്റ് ഉടൻ തന്നെ ഞാൻ വെറും വയറ്റിലൊരു ഡ്രിങ്ക് കഴിക്കാറുണ്ട്. റീസെൻ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ഫേസിൽ മൊത്തം പിമ്പിൾസും ഡൾനെസ്സും കുരുക്കളും ഡാർക്ക് സ്പോട്ട്സ് എല്ലാം വരാൻ തുടങ്ങിയപ്പോൾ ഡീടോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ആക്ച്വലി ഞാൻ ഡീടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രിഫല പൗഡറാണ് കുടിക്കാറുള്ളത്. ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പൊടി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഒസിവ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ്. കുറേ റിവ്യൂസ് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. കുഴപ്പമില്ല, നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ കൊടുക്കുന്നുണ്ട്. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, ഒരു 5-6 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സൂപ്പർ ഫുഡ് ഗ്രീൻസ് ആൻഡ് ഹെർബ്സ് എന്ന് പറയുന്ന ഈ ഒരു പൗഡറാണ്. ഇതിൽ നമുക്ക് പച്ചക്കറികളുടെ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. ഡീടോക്സ് ചെയ്യാനായിട്ടും നമുക്ക് മൾട്ടി വിറ്റമിനായിട്ട് പ്രവർത്തിക്കാനായിട്ടും കുറേ ഇൻഗ്രീഡിയൻസ്, അതും പ്ലാന്റ് ബേസ്ഡ് ആണ്. എല്ലാം തന്നെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ആയുർവേദിക് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഓവറോൾ ഇത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് ഞാൻ വെറും വയറ്റിൽ കുടിക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാറുണ്ട്. ചായ കുടിച്ചില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല ആ ഒരു ഡേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചായ കുടിക്കാറുണ്ട്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളാണ്. ഇഡ്ഡലിയും ഒരു തക്കാളി കറിയുമാണ്. അപ്പോൾ തക്കാളി കറിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറി ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ഉണ്ടാക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചെറിയൊരു പീസ് പട്ടയും കുറച്ച് ഗ്രാമ്പും ഇട്ടിട്ട് വലിയുള്ളി ചെറുതായിട്ട് വെട്ടി വെച്ചിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് ഇളക്കുന്നുണ്ട്. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് ചെറുതായിട്ട് വെട്ടി വെച്ചിട്ടുള്ള തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാഷ് ആവുന്ന വരെ വിടുക. നമുക്കൊരു മൂടിയിട്ട് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും, നന്നായിട്ട് മാഷായി കിട്ടും. സോ 2-3 മിനിറ്റ് മൂടിയിട്ടിട്ട് സിമ്മിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയിൽ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ ഒരു കറി വന്നിട്ട് ഈ തക്കാളി കുക്കായത് 2 കരണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക. ഈ പേസ്റ്റ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ഓരോ പോലെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എപ്പോഴും ഒരേപോലെയുള്ള തക്കാളി കറി കഴിച്ച് നമുക്ക് ബോറടിക്കുമ്പോൾ ഓരോന്ന് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയും ഒരു രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇങ്ങനെ തേങ്ങ ഒഴിക്കാതെ ഞാൻ തക്കാളി കറി ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു ടൈപ്പാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് ഒരു ഗ്രേവിൻ്റെ പരുവത്തിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എത്ര നമുക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കുക, കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ നമുക്കിത് റെഡിയാവും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലി ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നമ്മുടെ മൊബൈലിലും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്നാക്സും ചായയൊക്കെ കുടിക്കാറുണ്ട്. കുറച്ച് വർക്കൗട്ട് ചെയ്യാറുണ്ട് ഇടയിൽ. ലോക്ക്ഡൗൺ അല്ല, അത് കാരണം കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് സിമ്പിളാണ്. കുറച്ച് പാലക്ക് ചീരയുണ്ട്, പിന്നെ അകത്തിപ്പൂ എന്ന് പറയും, അകത്തിപ്പൂടെ തോരനും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാലക്ക് ചീര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കുക്കറിൽ കുറച്ച് സാമ്പാറിന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് ഈ പരിപ്പൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ അത് കുക്കാകുന്നതിൻ്റെ സമയത്ത് നമുക്കിപ്പോൾ പാലൊക്കെ ചീര ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ചീര കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇത് മരുന്നടിച്ചിട്ടുണ്ടാവും. നന്നായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ ഒരു മണം പോലെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുക. ഈ ചീര എല്ലാം തന്നെ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. പാലച്ചീര വളരെ വളരെ നല്ലതാണ്. നല്ല അയൺ കണ്ടന്റ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാലച്ചീര കഴിക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഇവിടെ ഈസി ആയിട്ട് കിട്ടാറുമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ഏത് ചീരയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആഴ്ചയിൽ 2-3 തവണയെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. സോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചീരയ്ക്ക് എപ്പോഴും വെളിച്ചെണ്ണയുടെ ഫ്ലേവറാണ് ഭയങ്കര ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുക. അപ്പോൾ കുറച്ച് കടുകും ജീരകവും ചെറിയ ജീരകവും ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് കുറച്ച് എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ചീര അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ചീരയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മൂടി ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ്, മാക്സിമം ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുത്താൽ മതിയാവും. അതിലേക്ക് എന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് ഉപ്പ് കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ പരിപ്പ് വേവിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മാഷ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡിഷ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. എൻ്റെ ഫേവറേറ്റും കൂടിയാണ്. അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് പരിപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് നമ്മുടെ ഈ മത്തില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി ഒന്ന് ഇളക്കി, അതായത് കടഞ്ഞു കൊടുക്കുക. ഒരുപാട് കടണമെന്നില്ല. നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒരു ക്രഷ് ചെയ്തെടുക്കാം. എന്നാലും നമുക്കിങ്ങനെ കൈകൊണ്ട് ചെയ്യുന്നതാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക. മിക്സിയിലിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയുമെന്ന് പറയും. അപ്പോൾ ഒരുപാട് വേണ്ട. നന്നായിട്ട് കടയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് മത്ത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഹെൽത്തി ഡിഷാണിത്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ തോരന് വേണ്ടിയിട്ട് ഞാനിവിടെ അകത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത്. അകത്തിപ്പൂവ് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. നമുക്ക് എല്ലായിടത്തും കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇരിക്കുന്നിടത്ത് ഈ ഒരു അകത്തിപ്പൂവ് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള അകത്തിപ്പൂവാണ്. ഇതിൻ്റെ നെട്ടി നമ്മൾ മുറിച്ചെടുത്തിട്ട് ആ പൂ മാത്രമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കണം. അകത്തിപ്പൂ ശരീരത്തിന് വളരെ നല്ലതാണ്. നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് നമ്മുടെ ഈ അകത്തിപ്പൂ. ഇതിൻ്റെ ചീരയും നമുക്ക് ഔഷധ ഗുണങ്ങളുള്ള കാര്യമാണ്. സോ ഇത് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്യുക കഴുകിയതിന് ശേഷം. നമ്മുടെ മുടിക്ക് വേണ്ട ബയോട്ടിൻ എന്ന് പറയുന്ന കാര്യം അകത്തിപ്പൂവിൽ കൂടുതലായിട്ടുണ്ട്. നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ മുടി വളരാനായിട്ടും മുടി പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അത്രയ്ക്ക് നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് മുകളിലായിട്ട് നല്ലൊരു ഔഷധ ഗുണം നിറഞ്ഞ ഒരു കാര്യമാണ് അകത്തിപ്പൂ എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അകത്തിപ്പൂ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട ഉടനെ തന്നെ നമുക്ക് കളർ ചേഞ്ച് ആവും, ഒരു പർപ്പിൾ കളറാവും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക.
ഈ തോരൻ നമുക്ക് പെട്ടെന്ന് കുക്കാക്കി എടുക്കാം, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. സോ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് സിമ്മിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് സിമ്മിൽ വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് മൂടിയിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും നമുക്കിത് റെഡിയായി കിട്ടും, നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് പോകുന്ന വരെ ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. ആവശ്യത്തിന് മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ കുറേ പൂവുണ്ടെങ്കിൽ നമുക്ക് കുറേ മുട്ട ഒഴിക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ മുട്ടയും നമ്മുടെ ഈ പൂവും നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും കൂടിയാണ്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തോരനാണിത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വീട്ടിൽ ഇത് കഴിക്കാറുണ്ട്. വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ നമ്മുടെ അകത്തിപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്. നമുക്ക് മുട്ടയുടെ പകരം പൂവ് ഇതുപോലെ നമുക്ക് വഴറ്റിയെടുത്തിട്ട് നമ്മൾ തേങ്ങ ചിരവിയത് അതിലിട്ട് കൊടുത്തിട്ട് ഇറക്കിയാലും നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. മുട്ട ഇട്ടിട്ട് ചെയ്യുന്നതും നല്ല ടേസ്റ്റാണ്. നമുക്ക് കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയും കിട്ടും, അതുപോലെ തന്നെ ടേസ്റ്റിയും ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ചോറ് ഞാൻ ഓൾറെഡി വെച്ച് കഴിഞ്ഞു. നമ്മുടെ കറി വന്നിട്ട് ചുണ്ടങ്ങ കറിയാണ്. അത് ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയതാണ്. സമയമില്ലാത്തത് കൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ചുണ്ടങ്ങ കറിയും നമ്മുടെ ചീരയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. പിന്നെ നമ്മുടെ അകത്തിപ്പൂവും കൂടിയാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചുണ്ടങ്ങയുടെ കറിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ഇനിയൊരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ചുണ്ടങ്ങ കറി എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ വൈകിട്ട് ചായയൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം നമുക്ക് എൻ്റർടൈൻമെൻറ്റൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ടി വി ഒക്കെ കണ്ടിരിക്കും, അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും നമ്മുടെ വീഡിയോസിന് വേണ്ടി നോക്കും, യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് പിന്നെ ഒരു 6 മണി 6:30 ആകുമ്പോൾ നമുക്ക് ഡിന്നറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഉപ്മാവായിരുന്നു. അതുകൊണ്ട് കഴിക്കുന്ന സമയത്തായിരുന്നു പ്രിപ്പയർ ചെയ്തത്. പക്ഷേ ആ ക്ലിപ്പ് മിസ്സായി പോയി. അപ്പോൾ അതിൻ്റെ വെള്ളം ചൂടായത് മാത്രമേ ക്ലിപ്പിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഉപ്മാവ് അങ്ങനെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് വെജിറ്റബിൾസൊക്കെ ഇട്ടതിന് ശേഷം ഏതാണോ റവയാണെങ്കിൽ റവ, അല്ലെങ്കിൽ സേമിയ ഇട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കുക. അത് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. അപ്പോൾ ക്ലിപ്പ് മിസ്സായതാണ്. അപ്പോൾ ഉപ്മാവാണ് കഴിച്ചത് രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ മോളെ ഉറക്കി. പിന്നെ യൂട്യൂബ് വീഡിയോസ് കണ്ടു. അപ്പോൾ അങ്ങനെ രാത്രി ഒരു 10:30-11 മണിയാകുമ്പോൾ അങ്ങനെ ഉറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല. എന്നാലും ഇനിയൊരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ, ഹെയർ കെയർ റൂട്ടീൻ, കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലൊരു നല്ല വീഡിയോയിൽ കാണാം. ബൈ, സീ യു, ടേക്ക് കെയർ, ലവ് യു ഓൾ.